ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 115 സങ്കീർത്തനം 12 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 115:12. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. പ്രിയരെ, ഈ വിലയേറിയ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മൾ വായിച്ച് കേട്ട സങ്കീർത്തന വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു എന്ന്. ആമേൻ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ഓർക്കാതെ പോയ എത്ര പേരുടെ പേരുകളാ നമ്മുടെ മനസ്സിലുള്ളത്. ജീവിതത്തിൽ ഒരു വിജയം കിട്ടിയപ്പോൾ, ഉയർച്ച കിട്ടിയപ്പോൾ, സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോൾ കൂടെ പഠിച്ചവരും കൂടെ നടന്നവരും കൂട്ടുകാരും, എന്തിന് കുടുംബാംഗങ്ങളിൽ പലരും പോലും നമ്മെ ഓർക്കാതെ പോയ കയ്പിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. എന്നാൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, സകലത്തെയും സൃഷ്ടിച്ച സകലത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം നമ്മെ ഓർക്കുന്നു എന്ന്. ആമേൻ. പ്രിയരെ, മറ്റൊന്നും സംഭവിച്ചില്ല എങ്കിലും ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നമുക്കൊരിടമുണ്ട് എന്നുള്ളതല്ലേ ഈ വാക്കിൻ്റെ അർത്ഥം? ദൈവം നമ്മെ ഓർക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ആകുലതകളുമായിട്ട് ഈ രാവിലെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ആലോചന പറയാം. നമ്മെ മറക്കുന്ന ദൈവമല്ല, ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. നിശ്ചയമായിട്ടും ബലമുള്ള ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവസമായി തീരട്ടെ. 136 സങ്കീർത്തനം 23 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, എപ്പോഴാണ് ദൈവം നമ്മെ ഓർക്കുന്നത് എന്ന്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. ആമേൻ. ലോകം മുഴുവനും നമ്മുടെ ഉയർച്ചയിൽ നമ്മെ കൂടെ നിർത്തുവാനും ഓർക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുമ്പോൾ, മഹാദൈവത്തെക്കുറിച്ച് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നമ്മുടെ താഴ്ചയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാജയത്തിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ അപമാനത്തിൽ, വേദനാജനകമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രിയരെ, താഴ്ചയിൽ നമ്മെ ഓർക്കുവാൻ കഴിയണമെങ്കിൽ ആ ദൈവം നമ്മെ സ്നേഹിക്കണം. സ്നേഹമുള്ളവർക്ക് മാത്രമേ പ്രതിസന്ധികളുടെ നടുവിലും ഓർക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയത്തുള്ളൂ. ഈ പ്രഭാതത്തിൽ താഴ്ചകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടൊരാലോചന ഈ വാക്യത്തിൽ നിന്ന് പറയാം. അമ്മ മറന്നാലും, അപ്പൻ മറന്നാലും, സ്വന്തക്കാരും ബന്ധുക്കളും കൂട്ടുകാരും കൂടെ നടന്നവരും ഒക്കെ മറന്നാലും, താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിശ്ചയമായി ദൈവം നമ്മെ ഓർത്താൽ, താഴ്ചയിൽ ദൈവം നമ്മെ ഓർത്താൽ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 8 അധ്യായം 1 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, പ്രളയാനന്തരമുള്ള ഭൂമിയിൽ പെട്ടകത്തിനകത്ത് നോഹയും കുടുംബവും അതിനകത്ത് പർവ്വജാതികളും മൃഗങ്ങളും കിടക്കുമ്പോൾ ദൈവകോപത്തിന്റെ വെള്ളം ഭയാനകമായി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ന്യായവിധിയുടെ മഴ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാക്യം നമ്മൾ വായിച്ചാൽ, ദൈവം നോഹയെയും കുടുംബത്തെയും ഓർത്തു എന്ന് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ന്യായവിധിയുടെ വെള്ളം പെയ്തിറങ്ങിയാലും
അതിന്റെ നടുവിൽ ദൈവം ഓർക്കുന്ന ചിലരുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ അറിയാതെ പോകരുത്. ഭൂമിയിലെ സകല മൃഗങ്ങളും സകല പർവ്വജാതികളും നോഹയുടെ കുടുംബം ഒഴിച്ച്, അഥവാ പെട്ടകത്തിൽ കയറാത്തതൊഴിച്ച് മുഴുവൻ പേരും നശിച്ചു പോയപ്പോൾ ബൈബിൾ പറയുന്നു, പെട്ടകത്തിനകത്തേക്ക് കയറിയ നോഹയെയും കുടുംബത്തെയും ദൈവം ഓർക്കാനിടയായി തീർന്നു എന്ന്. സങ്കീർത്തനവും അതാണല്ലോ പറയുന്നത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? രക്ഷയുടെ പെട്ടകത്തിനകത്ത്, പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് നിങ്ങൾ പ്രവേശിച്ചവരാണോ? ലോകം മുഴുവനും എതിരായി വന്നാലും, സാഹചര്യങ്ങളെല്ലാം പ്രതിസന്ധികൾ ഉയർത്തിവിട്ടാലും ഓർക്കുന്നൊരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാം വാക്യത്തിനകത്ത് തിരുവചനം എഴുതിയിരിക്കുന്നത്, ദൈവം അബ്രഹാമിനെ ഓർക്കുവാനിടയായി തീർന്നു. പ്രിയരെ, അബ്രഹാമിന്റെ വിശ്വാസ ജീവിതയാത്രയിൽ അബ്രഹാമിനെ മറന്നവരും കൂടെ നടന്നവർ കൈവിട്ടുപോയ അനുഭവങ്ങളൊക്കെ വേദനാജനകമായി അബ്രഹാമിന് പറയുവാനുണ്ട്. എന്നാൽ 19-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ആരും ഓർക്കുന്നതിനേക്കാൾ, മറ്റെത്ര ഉന്നതരും ഓർക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവം നമ്മെ ഓർക്കുന്നത് എന്ന് ഈ രാവിലെ നമ്മൾ അറിയാതെ പോകരുത്. ബൈബിൾ പറയുന്നു, ദൈവം നമ്മെ ഓർക്കുന്നു എന്ന്. ആമേൻ. പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, അതിൻ്റെ എല്ലാം നടുവിൽ ഭാരപ്പെട്ട് മുന്നേറുമ്പോൾ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുവാനുള്ള ആലോചന ഇതാണ്: രാത്രിയും പകലും നിങ്ങളെ മറന്നു കളയാതെ ഓർക്കുന്ന ബലവാനായൊരു ദൈവമുണ്ടെന്ന്. ആമേൻ. അബ്രഹാമിനെ ഓർത്തു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. അബ്രഹാമിനെ ദൈവം ഓർത്തപ്പോൾ അബ്രഹാമിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ആമേൻ. മാത്രമല്ല, അബ്രഹാമിനെ ഓർത്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു എങ്കിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ദൈവം ഓർത്തു എന്ന് ആവർത്തിച്ചെഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ദൈവം നമ്മളോട് പറഞ്ഞ ആലോചനകൾ, നമ്മൾ കണ്ട ദൈവിക ദർശനങ്ങൾ, നമ്മൾ കേട്ട ദൈവശബ്ദം, ആമേൻ, മറന്നാലും സാഹചര്യങ്ങളെല്ലാം എതിരായാലും ദൈവം ഓർക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽ ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? കാരണം ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ന്യായവിധിയുടെ വെള്ളം പെയ്തിറങ്ങുമ്പോൾ പെട്ടകത്തിനകത്ത് കയറിയ നോഹയെയും കുടുംബത്തെയും അതിനകത്തുള്ള ജീവജാലങ്ങളെയൊക്കെ ഓർത്ത ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ഉൽപ്പത്തി 30-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ തിരുവചനം എഴുതിയിരിക്കുന്നു, ഹാഗേറിനെ ദൈവം ഓർക്കുവാനിടയായി തീർന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, ആകുലതകളുടെ നടുവിൽ അർത്ഥരായി പോകുമ്പോൾ ഓർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ഈ രാവിലെ തിരിച്ചറിയാതെ പോകരുത്. നിശ്ചയമായിട്ടും ഈ വചനം നമ്മെ വിടുവിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായം 19-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ഹന്നായെ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. ഒരുപാട് നിന്ദകളും അപമാനങ്ങളും സഹിച്ച, ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ ഹന്നയെ സകലരും മറന്നെങ്കിലും ദൈവം ഓർക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് നമ്മെ ഓർക്കുന്ന ദൈവം. എപ്പോഴാ ദൈവം നമ്മെ ഓർക്കുന്നത്? ഞാൻ രണ്ടാമത് പറഞ്ഞത് നമ്മുടെ താഴ്ചയിൽ ദൈവം നമ്മെ ഓർക്കുമെന്ന്. ഒന്ന് ഞാൻ പറഞ്ഞത് ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണെന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവമാണെന്ന്. മൂന്നാമത് പറഞ്ഞത് ദൈവം ആരെയൊക്കെയാണ് ഓർത്തതെന്ന്. ആമേൻ. പെട്ടകത്തിനകത്ത് കയറിയ നോഹയെയും കുടുംബത്തെയും ദൈവം ഓർത്തു. അനുസരണയോടെ പ്രയാണം ആരംഭിച്ച അബ്രഹാമിനെ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ.
ദൈവം നമ്മെ ഓർക്കട്ടെ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ഹന്നയെ ദൈവം ഓർത്തു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. ഗൗരവമുള്ള ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ രാവിലെ നമ്മൾ ചിന്തിച്ചത്. ഞാൻ ഒന്നാമത് പറഞ്ഞത് ദൈവം ഓർക്കുന്ന ദൈവമാണെന്ന്. ആമേൻ. രണ്ടാമത് പറഞ്ഞത് എപ്പോഴാ ദൈവം നമ്മെ ഓർക്കുന്നത് എന്ന്. ആമേൻ. നമ്മൾ വായിച്ചു 136 സങ്കീർത്തനം 23 വാക്യത്തിനകത്ത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവമെന്ന്. മൂന്നാമത് ഞാൻ പറഞ്ഞത് ദൈവം ആരെയൊക്കെ ഓർത്തെന്ന്. പെട്ടകത്തിനകത്ത് കയറിയ നോഹയെ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. അബ്രഹാം പിതാവിനെ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. ഹന്നയെ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. ഇന്നും തലമുറകളുടെ ഇടയിൽ ദൈവം ഓർത്തവർ അനുഗ്രഹത്തിന്റെ പ്രതീകങ്ങളായി കിടക്കുകയാണ്. പ്രിയരെ, ദൈവം നമ്മെ ഓർക്കുന്ന നാളുകൾ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകി തരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. കരുണയുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.